ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് 2023-24 അധ്യയന വർഷത്തിലേക്കുള്ള PG അഡ്മിഷന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർക്ക് ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതിനോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് മറ്റൊരു PG ചെയ്യാവുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യാനും അതേപോലെ ഡിസ്റ്റൻസ് ആയിട്ട് UG ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ PG ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ടും ഓഫർ ചെയ്യുന്ന PGക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സ് MA അറബിക്ക്, അതേപോലെ MA എക്കണോമിക്സ്, MA ഹിന്ദി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ്, പിന്നെ എം.കോം ഫിനാൻസും മാർക്കറ്റിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ MSc മാത്തമാറ്റിക്സ്. അങ്ങനെ ഒരു 8 കോഴ്സ് മാത്രമേ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് PG പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മുമ്പ് ഒരുപാട് കോഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൽ നിന്നൊക്കെ വെട്ടിക്കുറച്ചു. ഇപ്പോൾ ആകെ 8 PG കോഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിലേക്കുള്ള അപ്ലിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ ഫീ 525 MA അറബിക്കിൻ്റെ ട്യൂഷൻ ഫീ ഒരു വർഷത്തേക്ക് 2900. MA എക്കണോമിക്സ്, ഹിന്ദി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ് ആണെങ്കിൽ 2315. M.Comന് 2900. MSc മാത്തമാറ്റിക്സിന് 2315. ഇതിൻ്റെ കൂടാതെ മെട്രിക്കുലേഷൻ ഫീ 125, റീമെട്രിക്കുലേഷൻ ഫീ 180, പിന്നെ അതേപോലെ റെക്കഗ്നീഷൻ ഫീ 125, പോസ്റ്റൽ ചാർജ് 65. ഇതൊക്കെയാണ് ഫീസ് ഡീറ്റെയിൽ വരുന്നത്. ഓക്കെ, ഇനി അതിന് അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 9/6/2023 ജൂൺ 9 രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഫൈനില്ലാതെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് 31/7/2023 ജൂലൈ 31 വരെയാണ്. പിന്നെ 100 രൂപ ഫൈനോട് കൂടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന അവസാന ഡേറ്റ് ഓഗസ്റ്റ് 15 500 രൂപ ഫൈനോട് കൂടിയിട്ട് ഓഗസ്റ്റ് 26 വരെ. 1000 രൂപ ഫൈനോട് കൂടിയിട്ട് ഓഗസ്റ്റ് 31 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ ആ അപ്ലിക്കേഷൻസ് ഓൺലൈൻ സബ്മിഷൻ്റെ അത് പ്രിൻ്റ് ഔട്ട് അപ്ലിക്കേഷന് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു PG കഴിഞ്ഞു. അഡീഷണൽ PG എന്ന് വെച്ചാൽ ഒരു PG കൂടി എക്സ്ട്രാ ഒരു PG കൂടി എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ PG ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്ത PGയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും അതേപോലെ അതിൻ്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്യണം. പ്രോസ്പെക്ടസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് അതിൽ സൈനും അതേപോലെ ഫോട്ടോയും ഒട്ടിച്ചതിന് ശേഷം അത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റൊക്കെ അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു അഡ്രസ്സിലേക്ക് ഡയറക്ടർ SDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PO മലപ്പുറം 673635 എന്ന അഡ്രസ്സിലേക്ക് അയക്കണം. ഓക്കെ, പിന്നെ ഫോൺ നമ്പറും ഇമെയിലും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ TC വെക്കണം. ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ TC നിങ്ങൾ പ്രിൻ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ കൂടെ അയക്കണം. പിന്നെ അതേപോലെ ഒറിജിനൽ ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ അയക്കണം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് SSLCയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, പിന്നെ ആധാർ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, പിന്നെ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ്, നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള എൻവലപ്പ് അയക്കണം. പിന്നെ എന്തെങ്കിലും മാർക്ക് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിൻ്റെ ബേസിൽ മാർക്ക് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അത് ആ ഡോക്യുമെൻറ്റും അയക്കണം. SC ST OEC കാൻഡിഡേറ്റിനാണെങ്കിൽ ഫീസ് കൺസെഷൻ ഉണ്ടാകും. അപ്പോൾ അവർ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ ഡോക്യുമെൻറ്റ് അയക്കേണ്ടതാണ്. പിന്നെ അതേപോലെ അഡീഷണൽ PG ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ കഴിഞ്ഞ ഡിഗ്രിയുടെ PGയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ PGയുടെ സർട്ടിഫിക്കറ്റോ അറ്റസ്റ്റ് ചെയ്ത് അയക്കണം. പിന്നെ
ഏതെങ്കിലും പി ജിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാൻസലേഷൻ മെമ്മോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഡിഗ്രി കേരളത്തിന് പുറത്ത് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല ചെയ്തത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈക്വലൻസി അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, അത് പ്രൊഡ്യൂസ് ചെയ്യണം. അത് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ഈക്വലൻസി അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. പിന്നെ വിഷ്വലി ചാലഞ്ച് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് കൊടുക്കണം. പിന്നെ ആൻറ്റി ഡൗറി ഡിക്ലറേഷൻ അത് ഫോമും ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാ ഡോക്യുമെൻ്റൊക്കെ വെച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ ആ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്ക് അയക്കുക. ഓക്കെ, പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് പ്രോസ്പെക്ടസ് PG SDEയുടേത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് അറിയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.